നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരായാലും ഇങ്ങനെ തലയ്ക്ക് പ്രശ്നമായി പോകും ഡോക്ടർ. മ്യൂസിക് ഫ്ലോറിൽ എന്താ സംഭവിച്ചത് പറയൂ. അത് ഞാൻ പറയാം ഡോക്ടർ. അനുഭവിച്ചവർക്കേ അതിന്റെ വേദന അറിയൂ. ഡോക്ടർ, അന്ന് ഇപ്പൊ ഡോക്ടർക്ക് മനസ്സിലായില്ലേ? അത്ര ക്രൂരതയാ ശ്യാമയും അഖിലും ആ GKയും ചെയ്തത്. പിന്നെങ്ങനെ എന്റെ മോളുടെ മനസ്സ് ഇളകാതിരിക്കും? വിസ്മയുടെ എല്ലാ അസുഖവും ഭേദമാവട്ടെ. എല്ലാത്തിനും ഞങ്ങൾ എണ്ണി പകരം ചോദിക്കും. നിങ്ങൾ ഇവരുടെ ആരാ? എന്റെ ഫ്രണ്ട് അരുന്ധതി. ആദ്യം ഇതുപോലുള്ള ഫ്രണ്ടിനെ ഒഴിവാക്കുക ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റിന്റെ രോഗം കുറയുകയല്ല, ഇരട്ടിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ നിന്ന് തന്നെ കേട്ട കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്തു. ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഒരാൾക്കാ, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്. ഇങ്ങനെ ചില അമ്മമാരുണ്ട്, അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇങ്ങനെയുള്ള അമ്മമാർ സ്വന്തം മക്കളുടെ കഴിവോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പരിഗണിക്കാറില്ല. മക്കൾക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ അവരെ ഒന്നാമതെത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് വല്ലാത്ത പ്രഷർ കൊടുക്കും. ഒടുവിൽ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള പ്രഷർ സഹിക്കാനാവാതെ ആ മക്കളുടെ അവസ്ഥ ദേ ഇതുപോലിരിക്കും. ഇവിടെ അതിനേക്കാൾ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നത്. പാടാൻ കഴിവില്ലാത്ത ഒരാളെ മറ്റൊരാളുടെ ശബ്ദം വിലക്കെടുത്ത് പ്രശസ്തയാക്കി. അതിനുവേണ്ടി ഈ കുട്ടിയെ പോലുള്ള മറ്റൊരു പെൺകുട്ടിയെയും അതിന്റെ പാരന്റ്സിനെയും ഒരുപാട് വേദനിപ്പിച്ചു. ഒടുവിൽ എല്ലാ സത്യവും പുറം ലോകം അറിഞ്ഞു. എപ്പോഴായാലും അത് സ്വാഭാവികം. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കുട്ടിക്ക് എത്രമാത്രം മെന്റൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവസാനം എന്തായി? സ്വാഭാവികമായി പാടാൻ കഴിവുള്ള ശ്യാമ പ്രശസ്തയായി. വിസ്മയ ആരാധകരുടെ മുന്നിൽ തന്നെ പരിഹാസിയായി. ആ മെന്റൽ പ്രഷർ വിസ്മയയ്ക്ക് താങ്ങാനാവുന്നതിലും വലുതായിരുന്നു. മക്കൾ നമ്മുടേതാ, പക്ഷേ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് ഇങ്ങനെയുള്ള പാരന്റ്സ് ഓർക്കണം. ആ മക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവരെ അവരായി വളരാൻ വിടുക, അതാണ് വേണ്ടത്. രക്ഷിതാവെന്ന നിലയിൽ സ്നേഹവും കരുതലും മാത്രം മതി. ആ മക്കൾ നന്നായി വളർന്നോളും. മനസ്സിലായോ? എന്തായാലും വിസ്മയക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് കൃത്യമായി കൊടുക്കണം. കൗൺസിലിംഗ് വേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. എന്റെ അമ്മ ഒരു ഗസ്റ്റ് ഹൗസിൽ ഒളിച്ച് താമസിക്കുക. അതെയോ? ഇനി ആരും അമ്മയും തിരിച്ചറിയാതിരിക്കാൻ അമ്മ പർദ്ദ ഇട്ടോണ്ടാ നടക്കുന്നേ. അത് നന്നായല്ലോ. ആർക്കും അറിയില്ല. ആരെങ്കിലും അറിഞ്ഞാലേ
അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അല്ല, മോളിതല്ല എങ്ങനെ അറിഞ്ഞേ? ഞാൻ പല പ്രാവശ്യം രഹസ്യമായിട്ട് അമ്മയെ കണ്ടു. അപ്പോ അങ്കിളിന്റെ ശ്രീകുട്ടി മോൾ മിടിക്കുകയാണല്ലോ. അല്ല, ഇപ്പൊ പിന്നെ മോളി രഹസ്യം എന്താ അങ്കിളിനോട് പറഞ്ഞേ? അത് അങ്കിൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഉപകാരോ? എന്താ മോക്ക് വേണ്ടേ? എനിക്കെന്റെ അമ്മയൊന്ന് കാണണം. കാണാൻ കൊതി തോന്നുവാ. അങ്കിള് വിചാരിച്ച എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റും. അങ്കിളൊന്ന് അമ്മയോട് ശ്രീകുട്ടി തിരക്കിന്ന് പറയണം. ശരി മോളെ. പിന്നെ അമ്മയെ കമ്പനിയിൽ എല്ലാവരും അശ്വതി എന്നല്ല വിളിക്കുന്നേ, ജാസ്മിൻ എന്നാ. അത് കള്ളപ്പേരാ. മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് അമ്മയെ കാണാനൊരു വഴി അത് അങ്കിളുണ്ടാക്കാം. ശരി അങ്കിളെ, എന്നാ ഞാൻ പൊക്കോട്ടെ. അഭിരാമി, എന്താ? എനിക്കെന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ഇക്കാര്യം ഇപ്പൊ എന്നോട് ശ്രീകുട്ടി പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ആണോ? അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞു. പിന്നെ അമ്മയെ കാട്ടിക്കൊടുക്കാന്ന് ഞാൻ മോക്ക് വാക്കും കൊടുത്തു. ആ, പക്ഷെ എങ്ങനെ? അപ്പൊ ഇന്ന് രാത്രി 11 മണിക്ക് നീ വീട്ടിലേക്ക് വന്നോ. ഞാൻ ഗേറ്റിനടുത്തേക്ക് മോളെ കൊണ്ടുവരാം. അതെയോ? ആ, മോളെ കണ്ടു കഴിഞ്ഞാ ഞാൻ അബിയെ തിരിച്ചവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കാം. ആ, അത് നല്ല ഐഡിയയാ. പിന്നെ മറക്കണ്ട, കൃത്യം 11 മണിക്ക് കേട്ടല്ലോ. ഓക്കെ, ഞാനൊരു 11 മണിയാകുമ്പോ ഗേറ്റിനടുത്തുണ്ടാവും. ആ, ശരി. ആ ഐശ്വര്യ, നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം എന്തായി? ഞാൻ ആ നാടോടികളുമായിട്ട് സംസാരിച്ചു. അവരോക്കെയാ. ഉം. അപ്പോ നമ്മളെ ശ്രീകുട്ടി എങ്ങനെ അവരുടെ കയ്യിലെത്തിക്ക? അത് സിമ്പിൾ. ഇന്ന് രാത്രി 11 മണിക്ക് ആ മുരുകനും സംഘവും നിങ്ങളുടെ വീടിനടുത്തുണ്ടാവും. ഉറപ്പാണോ? അവരെത്തും, ഉറപ്പായും അവരെത്തും. ചുളുവിന് അവർക്കൊരു കുട്ടിയെ കിട്ടുമല്ലേ. കൈയൊടിക്കോ കണ്ണു കുത്തി പൊട്ടിക്കോ ഒക്കെ ചെയ്ത് അവരാ കൊച്ചിനെ കൊണ്ട് തെണ്ടിച്ച് ക്യാഷ് ഉണ്ടാക്കിക്കോട്ടെ. രാത്രി 11-ന് ഐശ്വര്യ ശ്രീകുട്ടിയെ എങ്ങനെയും ഗേറ്റിനടുത്തേക്ക് ഒന്ന് എത്തിച്ചാ മതി. കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഞാനത് ചെയ്തിരിക്കും. എന്നാ നാളെ നേരം വെളുക്കുമ്പോ ശ്രീകുട്ടി ഏതെങ്കിലും അന്യനാട്ടിലെത്തും. ആ ശല്യം എന്നേക്കുമായിട്ട് അവിടുന്ന് മാറി കിട്ടുകയും ചെയ്യും. എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.